ഹലോ എവ്രി വൺ, അഗെയിൻ മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഈ ഒരു സന്തോഷമായ മനസ്സിന് ശാന്തമായിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ഇന്ന് പറയാം. മെഡിറ്റേഷൻ്റെ സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നൊരു ഇൻഡ്യൂഷനാണ്, മൈൻഡിനെ ഒരു സെറ്റ് ചെയ്യുന്നത്, ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന, ഒരു ഓർഗനൈസ്ഡ് ആവുന്നതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പം എന്താണ് ശരിക്കും ഇൻ റിയാലിറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓർഗനൈസ്ഡ് ആണോ, സിസ്റ്റമാറ്റിക് ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? അല്ലേ, നിങ്ങൾ ഔട്ട്സൈഡ് സിസ്റ്റമാറ്റിക് ആണെങ്കിൽ മാത്രമല്ലേ ഇന്നർ സൈഡും സിസ്റ്റമാറ്റിക് ആവുള്ളൂ. ഓക്കെ അല്ലേ? ഔട്ടർ സിസ്റ്റമാറ്റിക്കായി ഓർഗനൈസ്ഡ് ആവുമ്പോൾ ഒരു വ്യക്തിനെ കണ്ടാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഭയങ്കര പീസ്ഫുള്ളാണോ, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആണോ, നിങ്ങൾ ഉള്ളും പുറവും ഒരുപോലെ ആവണം എന്നല്ല, അകവും പുറവും ഒരുപോലെ ആകണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ മൈൻഡ് പല സ്ഥലത്താണ്. പല ചിന്തകൾ, പല ടോക്സിൻസ്, ബിലീഫ് സിസ്റ്റങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലേ? നിങ്ങൾ അനുഭവിച്ച കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതും പുറം ഭാഗവും ഒരുപോലെ ആകണം എന്നില്ലേ? അപ്പോൾ പുറം ഭാഗവും അകം ഒരുപോലെ ആകണമെങ്കിൽ ഈ പുറം ഭാഗം നോക്കിയാൽ മതി നിങ്ങൾ അകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഓരോ സാധനം അവിടെ ഇവിടെയൊക്കെ ചെതറിയിട്ട് ഓരോ കാര്യങ്ങൾ അതും ഇതൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉള്ളും ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. ഉള്ളും ഓർഗനൈസ്ഡ് ആയിട്ടില്ല, ഹീൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക് അല്ല നിങ്ങൾ ഉള്ളും നടക്കുന്നത്. മൈൻഡിൻ്റെ ടോപ്പിക്കിൽ പറയുമ്പോൾ മൈൻഡ് ഈസ് ലൈക്ക് എ ഗാർഡൻ എന്ന് പറയുന്നുണ്ട്. മൈൻഡ് ലൈക്ക് എ ഗാർഡൻ എന്ന് പറയാറുണ്ട് അല്ലേ? ഒരു ഗാർഡൻ, രണ്ട് തരം ഗാർഡൻസ് ഉണ്ട്. ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളും ചെടികളെല്ലാം ഉള്ള നല്ല വൃത്തിയുള്ള ഗാർഡൻ ആയിരിക്കും. പക്ഷെ അവിടെ കുറേ പായൽ പിടിച്ചിട്ടുണ്ടാവും, കുറേ കളകൾ പോലെയുള്ള ഇങ്ങനെ വേണ്ടാത്ത കുറേ ചെടികൾ അതിൻ്റെ ഇടയിൽ കൂടെ വളർന്നിട്ടുണ്ടാവും. പിന്നെ അതും ഇതൊക്കെ ഒരു വൃത്തികേടായിട്ട് ഒരു കാണുമ്പോൾ ഒരു ഭംഗി, കുറേ നല്ല ചെടികൾ ഉള്ളിലൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നല്ല ചെടികളുണ്ട്, പക്ഷെ അതിനാരും നോക്കാതെ കെയർ ചെയ്യാത്തതുകൊണ്ട്, അതിനെ നന്നായിട്ട് പരിപാലിക്കാത്തത് കൊണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ആ ഗാർഡൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയ ആ കുറച്ച് ദിവസം ഭയങ്കരമായിരുന്നു. പിന്നെ അതിനെ കെയർ, എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുക മാത്രമേ, അതിനെ ഭംഗിയിൽ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് ഒരു നമുക്ക് കാണുമ്പം തന്നെ ഒരു അട്രാക്ഷൻ തോന്നില്ല. അതേസമയം നന്നായിട്ട് പരിപാലിക്കുന്ന, നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഗാർഡനെ നിങ്ങൾക്ക് നോക്കാനും അവിടെ പോയി ഇരിക്കാനും ആ ഗാർഡനിൽ കുറച്ച് നേരം ചെടികളെ നിന്നുകൊണ്ട് സംസാരിക്കാനും, അല്ലെ ചെടികളെ എടുത്തുകൂടെ പോയിരിക്കാനും, ആ ഗാർഡനിൽ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ തോന്നും ഇല്ലേ? നമുക്ക് തന്നെ ആ ഗാർഡൻ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അതിനെ പരിപാലിക്കാനോ തോന്നുന്ന അവസ്ഥയിൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല ഒരേ ലെവലുള്ള ചെടികൾ വേറെ, പിന്നെ പല കളർ സൈസിലുള്ളതുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞ ഇലകൾ, വലിയ ഇലകൾ, അല്ലെങ്കിൽ പല ഡിസൈൻസുള്ള പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ അതിനെ അതിന് വെച്ചിട്ടുള്ള രീതികളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ ആയിട്ടായിരിക്കും, പല കളേഴ്സ് ഒരുമിച്ചായിരിക്കും. ഇങ്ങനെ അതിനെ ഭംഗിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കാം ഒരു ഗാർഡൻ നിർമ്മിച്ചിട്ടുണ്ടാവുക. അതുപോലെ അങ്ങനെ ഒരു ഗാർഡൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ആയിരിക്കണം നിങ്ങളെ മനസ്സിനെയും അതുപോലൊരു ഭംഗിയുള്ള ഗാർഡനാക്കി മാറ്റണം. ചിന്തകളെയും പ്രവർത്തികളെയും നിങ്ങളെ ജീവിതത്തെയും ഒരു അടുക്കും ചിട്ടയും എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ പുറംഭാഗവും ബാഹ്യലോകവും, നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ബാഹ്യലോകവും അതുപോലെ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് പുറം ഭാഗത്ത് കാണിക്കണമെങ്കിൽ ഇന്നർ സൈഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരം രീതിയിൽ ഭംഗിയിൽ അറേഞ്ച് ചെയ്യണം. അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലം അറേഞ്ച് ചെയ്താൽ പുറം ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് അതുപോലെ അറേഞ്ച് ആയി വരും.
അതേ രീതിയിൽ അതേപോലെ ഭംഗിയിൽ അത് ഡെക്കറേറ്റ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ വീടും അത് നിങ്ങളുടെ ചുറ്റുഭാഗവും നിങ്ങളുടെ ഫാമിലിനെ കെയർ ചെയ്യുന്നതും നിങ്ങളുടെ ഡ്രസ്സിങ്ങും എല്ലാം നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഭംഗിയിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഒരു ഭംഗിയുള്ള ജീവിതം. ഇത് നിങ്ങൾക്ക് കുഞ്ഞുനാളിൽ മുതലേ ശീലിച്ചു കൊണ്ടുവരാം. കുഞ്ഞുനാൾ മുതലേ നിങ്ങളെ പാരൻസ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്കൊരു ചായ്വുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ഡിസ്കണക്ട് ചെയ്ത് നിങ്ങളോട് യുദ്ധം ചെയ്തിട്ട് വേണം ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ. മനസ്സിലായോ? നിങ്ങൾ ജീവിച്ച് വളർന്ന രീതി വേറെ ആയിരിക്കും, ജീവിത സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഈ യാത്രയിൽ എല്ലാ ദിവസവും കയറുന്നവരാണ്. ഇന്ന് മോർണിംഗ് കയറിയിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിവുള്ളവരായി. ഈ അറിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ എന്നെയായിട്ട് കണക്ട് ചെയ്തിപ്പിച്ച് തന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കറക്ഷൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് കണക്ട് ചെയ്ത്. ആ കറക്ഷൻ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേയിരിക്കണം. എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഭംഗിയാക്കി സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ ഒരു ലൈഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അങ്ങനെയുള്ള ഒരു ലൈഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മനഃപൂർവ്വം. പലരും പല ചിന്തകളിലും പല കാര്യങ്ങളിലും പല സങ്കടങ്ങളിലും ഇങ്ങനെ അകപ്പെട്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം ആക്ഷൻ എടുത്തിട്ട് നമ്മളെ ലൈഫിനെ നമ്മൾ ആ രീതിയിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ സെറ്റാക്കി ഫുൾ എല്ലാം ചെയ്ത് പിറ്റേ ദിവസം അതുപോലെ ഡിസോർഡർ ആവുകയാണ്. മനസ്സിലായോ? എല്ലാ ദിവസവും എല്ലാ നിലയ്ക്കും എല്ലായ്പ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇതേ ലെവലിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും എൻ്റെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഡെയിലി നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ റുട്ടീനായിട്ട് നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. ഒരു ദിവസം മതിയോ സന്തോഷം സമാധാനം? എല്ലാ ദിവസവും വേണം സന്തോഷവും സമാധാനവും. ഉണരാൻ കഴിയുന്നത് സമാധാനത്തോടു കൂടെ ആയിരിക്കണം. ഉറങ്ങുന്നത് സന്തോഷത്തോടു കൂടെ ആയിരിക്കണം. അന്നത്തെ ഒരു ഡേ ഓർത്ത് സന്തോഷത്തോടു കൂടി ഉറങ്ങണം. അതിനാണ് ഞാൻ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ്, അന്നത്തെ നന്മകളെ ഓർത്ത് നന്ദി പറയാൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്. ഉണരാൻ നേരത്ത് സമാധാനവും ശാന്തമായ അന്തരീക്ഷത്തിൽ ഉണരുകയും അന്നത്തെ ഡേ ചെയ്യാനുള്ള കാര്യങ്ങളെ ഓർത്ത് സന്തോഷവും ഉണ്ടാകുകയാണെങ്കിൽ യു ആർ അബണ്ടന്റ്, യു ആർ ഗ്രേറ്റ്. ചെയ്യാനുള്ള ഒരു ഊർജവും ആർജവും ഇന്നത്തെ ഡേ ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങൾക്ക് വെൽക്കം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തോടു കൂടി ഉറങ്ങാനും സമാധാനത്തോടു കൂടി ഉണരാനും കഴിയണമെങ്കിൽ നമ്മൾ ഇന്നർ പീസ് എന്ത് ചെയ്യണം? അതുപോലെ സമാധാനവും സന്തോഷവുമായിരിക്കണം. പല കാര്യങ്ങളെ കൊണ്ട് പല രീതിയിൽ അതിങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അല്ലേ? പല രീതിയിൽ അതങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതിനെ കറക്റ്റ് വേയിലേക്ക് കൊണ്ടുപോരണം. മനഃപൂർവ്വം ബോധപൂർവം കൊണ്ടുവന്നേ പറ്റുള്ളൂ. ബോധപൂർവം നിങ്ങൾ അതിലേക്ക് അലൈൻ ചെയ്തേ പറ്റുള്ളൂ. അത് നിർബന്ധമാണ്. നിങ്ങൾക്കേ അതിന് കഴിയുള്ളൂ. മനസ്സിലായോ? അതിന് നിങ്ങൾക്കേ കഴിയുള്ളൂ. നിങ്ങളെ ലൈഫിനെ ബോധപൂർവം നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ. ഒരു ദിവസം ജീവിതത്തിൽ പല കാര്യങ്ങൾ, അത് ചെയ്തത് ഇത് ചെയ്തത്, മറ്റുള്ളവരെ നിങ്ങളോട് കുറ്റം പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ഇല്ലായ്മകൾ, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, പണമില്ല, എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചു. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ഇതും താങ്ങി പിടിച്ച് എത്ര വർഷം നിങ്ങൾ നിൽക്കും? ഇത് താങ്ങി പിടിച്ച് നടന്നിട്ട് നിങ്ങളെ ഭർത്താവ് അത് ചെയ്തു, എൻ്റെ വീട്ടുകാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ നേടുന്നുണ്ടോ? ഒന്നും നേടുന്നില്ല. അവരായിട്ട് നിങ്ങൾക്കൊന്നും കൊണ്ടുതരുന്നുമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. വിട്ടുകടുക, പുറത്തു കൊടുക്കുക, മാപ്പ് നൽകുക. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങളെ ജീവിതത്തിൽ അതിലും വലിയ സമൃദ്ധികൾ നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളെ ക്രിയേറ്റർ നിങ്ങൾക്ക് കൊണ്ടുതരും. യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും.
അതിനാദ്യം വില്ലിങ് ആവുക. എന്തിനാണ് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? വിട്ടുകൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തത് ഉണ്ടാവുക എന്താണ്? കുറെ ബിലീഫ് സിസ്റ്റങ്ങളാണ്. അങ്ങനെയാണ് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് പിന്നെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ 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 ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് കറുത്ത പൂച്ച കുറുകെ ചടിയൽ, അല്ലെങ്കിൽ കറുത്തതിനെ കണ്ടാൽ ഇന്നത്തെ ദിവസം നടക്കില്ല, പുറത്തു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അല്ല അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ എന്തെങ്കിലും പല പല കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളായിട്ട് നമ്മളെ ജീവിതത്തിൽ ഓരോ ബിലീഫ് സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റൂല, പിന്നെ പൈസക്കാരൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണം എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആണെന്ന്, എൻ്റെ വിധി ഇതാണെന്ന് തോന്നുന്നു, പിന്നെ പൈസ ഇങ്ങനെ വരാത്തതിന് നിൽക്കാത്തതിന് കാരണം അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അപ്പം എൻ്റെ വിധി ഇതാന്നേ, നമ്മളൊക്കെ പാവപ്പെട്ടെടുത്ത് ജനിച്ചു, അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടവരാണ് എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന്? നിങ്ങൾക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് പണം ഉണ്ടാക്കാം. ഒരാളും നിന്റെ വിധി ഇതാണെന്നും നീ ഭൂമിയിൽ ഇങ്ങനെ ജനിക്കേണ്ടവരാണെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണിത്. മാറ്റുക, കറക്റ്റ് ചെയ്യുക. നിങ്ങളെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ട ഇത്തരം പ്രതിസന്ധികൾ, പ്രയാസങ്ങളെ മറികടക്കുക. ഇതിന് വേണ്ടത് എന്താണെന്നറിയോ? കറക്റ്റ് ഞാൻ നാളെ മുതൽ എൻ്റെ ജീവിതം എങ്ങനെയാവണം, എൻ്റെ പാരൻസ് എങ്ങനെയാവണം, എൻ്റെ മക്കൾ എങ്ങനെയാവണം, എൻ്റെ എന്താണ് ജീവിതത്തിൽ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് പ്ലാന്, ഞാൻ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എങ്ങനെയാണെന്നുള്ള ഒരു കറക്റ്റ് വിഷ്വലൈസേഷൻ, നിങ്ങൾ ഒരു ഡേ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ ദിവസം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ആദ്യത്തെ ദിവസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, രണ്ടാമത്തെ ദിവസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, മൂന്നാമത്തെ ദിവസം കറക്റ്റ് 21 ദിവസം അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ലൈഫിനെയും ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ആക്കാൻ പറ്റും. എങ്കിൽ ഉള്ളിൽ ആ ഒരു പീസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ ഔട്ട്സൈഡും ആ ഒരു പീസ്ഫുൾ ആക്കാൻ പറ്റും. സെൽഫ് ഓപ്പനപ്പനോ ചെയ്യേണ്ടടുത്ത് സെൽഫ് ഓപ്പനപ്പനോ ചെയ്തേ പറ്റൂ. സ്വയം ക്ഷമിച്ചു കൊടുക്കാനായിരിക്കും ഏതൊരു വ്യക്തികൾക്കും ഉണ്ടാവുക. അത് ചെയ്യണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ എന്നും മെഡിറ്റേറ്റ് ചെയ്യണോ? എന്നും മെഡിറ്റേഷൻ ചെയ്യുക. ഹോപ്പനൊപ്പന നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്നും ഹോപ്പനൊപ്പന ഒരു 3-4 പ്രാവശ്യം കേൾക്കുക. സന്തോഷം സമാധാനം ഒന്നും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവുമാണെന്നേ, ജീവിതം ഒരു കഷ്ടത്തിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നും അങ്ങ് കേൾക്ക്. എന്ത് പ്രയാസമാണെങ്കിലും അത് ഓരോന്നും ഇങ്ങനെ മാറി 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 വരും. ഒരു 30 ദിവസം അടുപ്പിച്ച് 2 നേരം കേട്ട് നോക്കിക്കേ, ഭയങ്കര റിസൾട്ട് ആയിരിക്കും. മനസ്സിലായോ? ജീവിതത്തെ ഓർഗനൈസ് ചെയ്യുക. എന്താണ് എന്നിൽ ഞാൻ ഇന്ന് കറക്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെയാണ് കറക്ഷൻ കൊണ്ടുവരേണ്ടത്? ഞാൻ എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു പൂർണ്ണ ബോധ്യം സ്വയം ഉള്ളിൽ കൊണ്ടുവരിക. ദെൻ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. എൻ്റെ ഭർത്താവ് അങ്ങനെയാണെന്നേ, ഭർത്താവ് എന്നെങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയും ഇങ്ങനെയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞ് എത്ര നാളിങ്ങനെ കരഞ്ഞു പിടിച്ചിരിക്കും? നിങ്ങൾക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി ആക്ഷൻ എടുത്ത് ചെയ്യൂ. ഭർത്താവ് എങ്ങനെയോ ആയിക്കോട്ടെ, ആ മനുഷ്യൻ അങ്ങനെയാണ്, ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഒരു വ്യക്തി നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അയാളെ ഇമോഷനും അയാളെ സ്ട്രെസ്സുമാണ്, അയാൾ അനുഭവിച്ചിട്ടുള്ള കുറേ വേദനയാണ്, പാവമാണ് അദ്ദേഹം. അറിവില്ലായ്മ കൊണ്ട്, നിങ്ങളെപ്പോലെ അത്ര അറിവ് അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എവിടെയോ രക്ഷപ്പെടുമായിരുന്നു. ആരും പറഞ്ഞു കൊടുക്കാതെ, ആരും സ്വയം നന്നാവണം എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ. എങ്കിൽ സ്വയം നന്നായിക്കൂടെ എന്ന് ചോദിക്കൂലേ? പക്ഷെ ആ ഒരു ബോധ്യ തലം വരണമെങ്കിൽ ആ ഒരു ഇന്നർ വെളിച്ചം വരണമെന്നേ. അത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരങ്ങനെയാണ്, അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്, ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ സമാധാനപ്പെടുത്തുകയും അംഗീകരിക്കുകയും, സ്വയം സമാധാനപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ല, അംഗീകരിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എനിക്ക് ഇന്ന വ്യക്തിയെ കെയർ ചെയ്യാൻ എൻ്റെ ദൈവം എനിക്കാണ് തന്നത്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര ധൈര്യവും മനസ്സമാധാനവും ഉള്ള ഒരു ലൈഫിനെ നിയന്ത്രിക്കാൻ മാമിനെ തന്നത്, അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സിൽ പല വ്യക്തികളും എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ.
എൻ്റെ ജീവിതം ഓരോ ദിവസവും ഭംഗിയുള്ളതായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ തയ്യാറാണ്, ഞാൻ എന്തിനെ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. സ്വയം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ബാക്കി അവരൊക്കെ എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, എനിക്ക് കുറേ നന്മ വരാൻ വേണ്ടിയിട്ടാണ്, താങ്ക് യു. അവർ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പറയണം താങ്ക് യു, ഇറ്റ്സ് ഓക്കെ, ഐ ആം വെരി ഹാപ്പി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഓക്കെ, അവരവരെ ഇമോഷൻ തീർത്തതല്ലേ, അവർക്ക് പറയാനാ. അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ട. അവർ പറയുമ്പോൾ അത് കേട്ട് സങ്കടപ്പെടുത്ത് കരയാൻ നിൽക്കേണ്ട. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു, താങ്ക് യു, ഐ ആം പവർഫുൾ, ഐ ആം ഹാപ്പി, ഐ ആം ജോയ്, ഐ ആം പവർഫുൾ, ഐ ആം സക്സസ്, പിന്നെ ഐ ക്യാൻ മാനിഫെസ്റ്റ് മൈ ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് നിങ്ങളത് പറയാം. ഐ മാനിഫെസ്റ്റ് എവ്രിതിങ്. നിങ്ങളതിനെക്കുറിച്ച് അഫർമേഷൻ അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങളിവിടെ നിങ്ങളെ ഭാവിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കണ്ണ് തുറന്നിട്ട് നിങ്ങളെ ഭാവിനെ എങ്ങനെ കണ്ടിട്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു പറയാൻ പറ്റണം. ഇവരിവിടുന്ന് ചീത്ത പറയുമ്പോഴും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങൾ മാറണം. ആ ഒരു ബ്യൂട്ടി, ഇന്നർ ബ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ഔട്ടർ ബ്യൂട്ടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതം. ഈ ഒരു ജീവിതത്തെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. നമ്മളെ ലെവൽ 1 പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഫുൾ 30 ഡേ ലൈഫ് റീപ്രോഗ്രാം 30 ദിവസം ഉണ്ടാവും നിങ്ങളുടെ കൂടെ. 30 ദിവസവും പ്രാക്ടീസും ടൂൾസും തന്നിട്ട് നിങ്ങൾ അലൈൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഇന്നർ സെൽഫിനെ മനസ്സിലാക്കി നിങ്ങളെ സെൽഫ് ലവ് കൂട്ടി ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ലൈഫിനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഒരു അമേസിങ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാപ്പിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് 30 ദിവസവും നിങ്ങളെ കൂടെ നിൽക്കുന്നത്. ഒരു വ്യക്തിനെ ഫസ്റ്റ് ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം, ഒരു കറക്റ്റ് പാത്തിലേക്ക് കൊണ്ടുവരാൻ 21 ദിവസം നിർബന്ധമായിട്ട് വേണം. സൺഡേ നമ്മൾ ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ സൺഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ രാവിലെ എന്തുകൊണ്ടാണ് എന്നും രാവിലെ സൺഡേ മെഡിറ്റേഷൻ നൽകുന്നത്? എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ നൽകുന്നുണ്ട്? ക്ലാസ് എടുക്കുന്നില്ല. സൺഡേ മെഡിറ്റേഷൻ നൽകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങളെ ബ്രെയിൻ പോലും റെസ്റ്റ് കൊടുക്കരുത്. കാരണം നമ്മൾ ഒരു പാത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പാത്ത് കൊണ്ടുപോകണം. പല ട്രെയിനേഴ്സും സൺഡേ ലീവ് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ മൈൻഡിനെ ഒരു പാത്തിലേക്ക് കൊണ്ടുപോകണം. പുതിയൊരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും 21 ദിവസം അടുപ്പിച്ച് നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് നോക്കിക്കേ. എന്ത് തന്നെ നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം പുതിയത്, നിങ്ങൾ ബലം പ്രയോഗിച്ച് യുദ്ധം ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളൊരു പാത്തിൽ വീണ് പിന്നെ നിങ്ങൾക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. 21 ദിവസം ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ അലൈൻ ചെയ്ത് ആ ഒരു ലയനത്തിൽ ഇങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? അങ്ങനെ ഒരു പാത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ലെവൽ 1 നിങ്ങൾക്ക് നൽകുന്നത് ഇതാണ്. 30 ഡേ കൊണ്ട് നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പം നിൽക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറുന്നേ പ്രാക്ടീസ് ചെയ്ത് ലൈഫിനെ ഒരു ഫീൽ ചെയ്തുകൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ് ജീവിതത്തിലേക്ക് അലൈൻ ചെയ്ത് അങ്ങനെ പോവാണ്. ആ അലൈൻമെൻറ്റിൽ ജീവിതം അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ടൂൾസും പ്രാക്ടീസും ആണ് തരുന്നത്. ലെവൽ 1 അറ്റൻഡ് ചെയ്തവർ നിർബന്ധമായിട്ട് ലെവൽ 2ലേക്കും കടക്കണം. ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം, ലെവൽ 1 ആൻഡ് ലെവൽ 2 ഞാൻ അറ്റൻഡ് ചെയ്തേ പറ്റൂ. കാരണം ലെവൽ 1 അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഒരു അലൈൻ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ഇതാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തികട്ടാൻ തുടങ്ങും. ഇങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വേദനകൾ, പ്രയാസങ്ങൾ, പണ്ട് അനുഭവിച്ചത്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആ ഇമോഷൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായോ? അതാണ്. അപ്പം അങ്ങനെ നിങ്ങളെ ഹീൽ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പം താങ്ക് യു.
അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ലെവൽ 1-ൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ പോസ്റ്റർ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് അയച്ചു കൊടുക്കാം. ആളുകൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കാണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമും എന്നെക്കുറിച്ചൊക്കെ ഇന്ന് ആദ്യമായിട്ട് വന്ന ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്, ലിങ്ക് ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് സന്തോഷവും സമാധാനവും പിന്നെ നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ കൂടെ നിങ്ങൾക്കും അതുപോലെ യാത്ര ചെയ്യാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.